നടപടി ആവശ്യപ്പെട്ടും റോഡ് ഉപരോധം സംഘടിപ്പിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. തൃശൂർ അന്തിക്കാട് കമ്മ്യൂണിസ്റ്റ് നേതാവ് KP പ്രഭാകരന്റെ 15ാമത് ചരമവാർഷികം ആചരിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ചെത്തു തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു KP പ്രഭാകരൻ. തൃശൂർ മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 23 മരങ്ങൾ മുറിച്ചുമാറ്റി. കുട്ടികൾക്കും കെട്ടിടങ്ങൾക്കും അപകട ഭീഷണി ഉണ്ടായതിനെ തുടർന്നാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത്. മരങ്ങൾ ഭീഷണിയായപ്പോൾ സ്കൂളിന്റെ ഫിറ്റ്നസും നഷ്ടപ്പെട്ടിരുന്നു. കൊല്ലം പള്ളിമുക്കിലെ യൂണിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ജോബ് ഫെയർ സംഘടിപ്പിച്ചു. പ്രയുക്തി 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച മിനി ജോബ് ഫെയർ M. നൌഷാദ് MLA ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും ആഭിമുഖ്യത്തിലാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചത്. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ വർക്ക്ഷോപ്പിൽ വൻ തീപിടുത്തം. 16 ആഡംബര കാറുകൾ കത്തിനശിച്ചു. സംഭവ സമയത്ത് ജീവനക്കാർ ഇല്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തം. മിഷൻ ലീഗ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കോട്ടയം ചെമ്മലമറ്റത്ത് ചെറുപുഷ്പ മിഷൻ ലീഗ് സ്ഥാപക നേതാവ് PC എബ്രഹാം പല്ലാട്ടുകുന്നേലിന്റെ 15ാം ചരമവാർഷികം ആചരിച്ചു. സമൂഹബലിയും കബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാറപ്രേം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. എറണാകുളം വൈപ്പിൻ ചെറായി ഗജസേന ആനപ്രേമി സംഘം സംഘടിപ്പിച്ച 8ാമത് ചെറായി ആനയൂട്ട് ചെറായി ഗൗരീശ്വര ക്ഷേത്ര മൈതാനിയിൽ നടന്നു. കേരളത്തിലെ തലയെടുപ്പുള്ള 13 ആനകളെ പങ്കെടുപ്പിച്ചാണ് ആനയൂട്ട് നടന്നത്. SSF മലപ്പുറം വളാഞ്ചേരി ഡിവിഷൻ സാഹിത്യോത്സവത്തിന് രാങ്ങാട്ടൂരിൽ തുടക്കമായി. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 168 ഇനങ്ങളിൽ 2000-ലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കും. കോട്ടയം കടുത്തുരുത്തി ഹൌസിംഗ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും UDF. ആധികാരിക വിജയം 1000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. DCC ജനറൽ സെക്രട്ടറി ജോബോയ് ജോർജിന്റെ നിര്യാണം മൂലം വിജയാഹ്ലാദം മാറ്റിവെച്ച് പ്രവർത്തകർ. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കായി സമ്പാദ്യ കുടുക്കയിലെ പണം നൽകി വിദ്യാർത്ഥികൾ. തൃശൂർ പാടൂർ സ്വദേശികളായ നദ നാസിനിയും റിദ ഫാത്തിമയുമാണ് മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ നിധിയിലേക്ക് പണം നൽകിയത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങായി തൃശൂർ എളവള്ളി ശ്രീനാരായണ ഗുരുമന്ദിരം വടക്കുംഭാഗം പൂരാഘോഷ കമ്മിറ്റി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25,000 രൂപ കൈമാറി. തുക പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി TV ഹരിദാസിൽ നിന്നും മുരളി പെരുന്നെല്ലി MLA ഏറ്റുവാങ്ങി. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ചാവക്കാട് സംഘടിപ്പിച്ചു. അധിക പ്രവൃത്തി ദിനങ്ങൾ പിൻവലിച്ച ഹൈക്കോടതി ഉത്തരവിനെ ഫെഡറേഷൻ സ്വാഗതം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ലത്തീഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു.